ഡോക്ടർ ടി എസ് ശ്യാംകുമാർ, ഈ സ്കൂളുകൾ ഇത് വീണ്ടും തുടരും. ഇപ്പോൾ തന്നെ ഇത് VHP ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് ആളുകൾ നമ്മുടെ ചർച്ച കണ്ടിട്ടും അല്ലാതെയും നമ്മളെ പരിഹസിച്ചും അതേപോലെ തന്നെ വിമർശിച്ചുമൊക്കെ രംഗത്ത് വരുന്നുണ്ട്. ഇത് കേരളത്തിലൊരു കീഴ്വഴക്കമാകാൻ പോവുകയാണോ എന്നാണോ മനസ്സിലാക്കേണ്ടത്? മറ്റു മതത്തിൽപ്പെട്ട അധ്യാപകരെ കൂടി ഞങ്ങൾ പൂജിച്ചു എന്നുള്ളത് കൊണ്ട് ഇതിന് മതേതരമാകുന്നുണ്ടോ? ടി എസ് ശ്യാംകുമാർ. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ ഗുരുക്കന്മാർക്ക് കോട്ടാൻകോട്ട് കേരളത്തിലെ ഗുരുക്കന്മാർക്ക് ജാതി ഉണ്ടെന്നാണ് നമ്മൾ ആദ്യമായി തിരിച്ചറിയേണ്ടത്. കാരണം കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉൾപ്പെടെയുള്ള കോളേജുകളിലും സ്കൂളുകളിലും ദളിതരും ആദിവാസികളും അധ്യാപകരായിട്ട് ശുഷ്കതരാണ്, ആരും തന്നെ ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എല്ലാവരും ഉൾക്കൊള്ളിച്ചെന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ലാത്ത അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെയും അധ്യാപകരുടെ ജാതി തിരിച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ അധ്യാപകർക്ക് ജാതി ഉണ്ടെന്ന് വളരെ വ്യക്തമാക്കും. പക്ഷേ എനിക്ക് കുറേയധികം ചോദ്യങ്ങളുള്ളത് കാരണം ഞാൻ വളരെ പെട്ടെന്ന് പറയുകയാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിലുണ്ടെന്നാണ് ശങ്കുറ്റി ദാസ് പറഞ്ഞത്. അങ്ങനെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിലുള്ള രാജ്യത്ത് ഗുരുക്കന്മാരെ പൂജിച്ചാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? വളരെ കൃത്യമായിട്ട് പാലും മുട്ടയും കൊടുത്ത് സർക്കാർ പഠിപ്പിക്കുമ്പോൾ പിന്നെന്തിനും ഗുരുക്കന്മാരുടെ കാല് കഴുകി ചൂട്ടണം? ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഈ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര എന്നൊക്കെ ചൊല്ലി പേടിപ്പിച്ചല്ലോ. ഈ ശ്ലോകം തന്നെ വളരെ പിൽക്കാലത്തുള്ള ഒരു പുരാണത്തിൽ നിന്നുള്ളതാണ്. ആധികാരികമായ പുരാണങ്ങളിലുള്ള ശ്ലോകമല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മൂന്നാമത്തെ പ്രശ്നം, എക്കാലവും ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കള്ളമാണ് അംബേദ്കറിന്റെ പേരിലുള്ള ആ പേര് ഏതോ ബ്രാഹ്മണ ഗുരുവിൽ നിന്ന് വന്നാണ്. വളരെ പ്രധാനപ്പെട്ട യാക്കന്റെ പഠനം ഈ വാദം പച്ചക്കള്ളമാണെന്ന് യാക്കൻ തന്റെ പഠനത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാക്കന്റെ പഠനം ഒന്നെടുത്ത് വായിച്ചു നോക്കണം. അടുത്ത പ്രശ്നം, ഈ അറിവ് ഈശ്വരനാണ് സരസ്വതിയാണെന്നൊക്കെ പറഞ്ഞല്ലോ. അറിവ് ഈശ്വരനാണ് സരസ്വതിയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സരസ്വതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ദളിതർക്കും ആദിവാസികൾക്കും വിദ്യാഭ്യാസത്തിനായിട്ട് പോരാടേണ്ടി വരുന്നത്? ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികകളിൽ ഇപ്പോഴും ദളിതരും ആദിവാസികളും അധ്യാപകരായിട്ടില്ല. 121 പേരേ ഉള്ളൂ. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥാപനങ്ങളിൽ പോലും കോളേജ് അധ്യാപകർ എണ്ണെടുത്ത് പരിശോധിച്ചാൽ ദളിതരും ആദിവാസികളും പുറത്താണ്. ഇനി ക്രിസ്തു കാല് കഴുകിയതിനെ പറ്റി പറഞ്ഞു. ക്രിസ്തു കാല് കഴുകി തീർച്ചയായിട്ടും. പക്ഷേ എത്ര ബ്രാഹ്മണർ മറ്റുള്ളവരുടെ കാല് കഴുകി എന്നുള്ളത് നമ്മൾ ചരിത്രം പരിശോധിക്കണ്ടേ? തന്നെയല്ല, ഇവിടെ ഈ സുദാമാവിന്റെ കഥ പറഞ്ഞല്ലോ. സുദാമാവ് ആരാണ്? ഭാഗവത പുരാണത്തിലും മഹാഭാരതത്തിലും പറയുന്ന സുദാമ ഒരു ബ്രാഹ്മണനാണ്. അതെന്താണ് പറയാത്തത്? സുദാമാവിന്റെ ചരിത്രമൊക്കെ ശങ്കുറ്റിദാസ് പറഞ്ഞല്ലോ. സുദാമ ഒരു ബ്രാഹ്മണനാണ്. ബ്രാഹ്മണരല്ലാത്ത ആരെയും ഗുരുകുലങ്ങളിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഹിന്ദുത്വം ചെയ്യുന്ന എന്താണ്? ഈ പറയുന്ന ചാതുർവർണ്ണ്യം നിലനിർത്തുന്നതിന് ആസ്പദമായ രീതിയിലുള്ള പഴയകാല ഗുരുകുല വിദ്യാഭ്യാസവും ഗുരു സമ്പ്രദായവും ആധുനിക കാലത്തേക്ക് ജനാധിപത്യ രാജ്യത്തേക്ക് കെട്ടിയേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. തന്നെയുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഗുരുക്കന്മാരുടെ കാല് കഴുകുന്ന ആചാരം ഒരു ഏൻഷ്യന്റ് ട്രഡീഷണലായിട്ടുള്ള പ്രാക്ടീസ് ആണെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ചരിത്രവിരുദ്ധമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പാരമ്പര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അതുണ്ടായിരുന്നെങ്കിൽ ത്രൈവർണികന്മാരായിട്ടുള്ള ബ്രാഹ്മണരും ക്ഷത്രിയർക്കും വൈശ്യർക്കും മാത്രമേ ഗുരുകുലത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ക്ഷത്രിയരും വൈശ്യരും മാത്രമേ ബ്രാഹ്മണരുടെ കാല് കഴിയുന്നുള്ളൂ. ഇന്ത്യയിലെ ദളിതരും ആദിവാസികളും ആരും തന്നെ ഈ ഗുരുക്കന്മാരുടെയോ ബ്രാഹ്മണരുടെയോ കാല് കഴിയട്ടല്ല ഇവിടെ വരെ എത്തിയെന്നുള്ള ചരിത്രം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. Debate with Dr. Arun Kumar.